ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ആക്കേഷു ന്യൂ വ്ളോഗ്. നമുക്കിന്നൊരു തക്കാളി മുളക് രസം ചെയ്തു നോക്കിയാലോ? അപ്പോൾ എല്ലാവരും വന്നോ. ആദ്യം മിക്സി ജാറിലോട്ട് 4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 5-6 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. എരിവ് കുറവ് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു മീഡിയം എരിവിനനുസരിച്ചാണ് 4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തത്. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലോട്ട് അടിക്കാം. വെള്ളം ചേർക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം അല്ലേ. ആദ്യം ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണേ. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായവും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ രസം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ വെറുതെ കുടിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ എന്നെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി. പിന്നില്ലേ, പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം ആ പുളി വെള്ളം അതിലോട്ടിട്ടിട്ട് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പൗഡറില്ലേ അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ബോയിൽ ചെയ്യാൻ വെക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ചേരുമ്പോൾ തന്നെ നല്ല ബോയിലായിട്ട് വരും. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി മുളക് രസം റെഡിയായി കഴിഞ്ഞു ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് ഷുവറാണ്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.